മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്ഷ് ഒരു കത്തെഴുതി. ഇന്നി ഉരീദു അൻ അസ്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഞാൻ മുസ്ലിം ആകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മുസ്ലിം ആകണം. വലാകിൻ യംനഉനി അനിൽ ഇസ്ലാമി ആയത്തും മിനൽ ഖുർആൻ. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് എന്നെ അതിൽ നിന്ന് തടയുന്നുണ്ട്. എനിക്ക് മുസ്ലിം ആകണം, പക്ഷെ ഖുർആനിലുള്ള ഒരു ആയത്ത് എന്നെ അതിൽ നിന്ന് തടയുന്നുണ്ട്. എന്താണ്? വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. 3 തെറ്റ് ചെയ്ത മനുഷ്യർക്ക് സ്വർഗം കിട്ടൂല എന്നുണ്ട് അവിടെ. ഒന്നാമത്തെ തെറ്റ്, അള്ളാഹു അല്ലാതെ ഒരു മനുഷ്യനെ ആരാധിക്കുക എന്നതാണ് ഒന്നാമത്തെ തെറ്റ്. ഷിർക്ക് ചെയ്യുക, അള്ളാഹു അല്ലാതെ ഒരു മനുഷ്യനെ ആരാധിക്കുക, ഷിർക്ക് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ തെറ്റ്. ഇനിയിപ്പോൾ വരും, ബദരീങ്ങളുടെ ആണ്ട് വരികയാണല്ലോ, ഇനിയിപ്പോൾ എല്ലായിടത്തും ബദരീങ്ങളെ എന്ന് വിളിക്കൽ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ വരും. ദണ്ണം ബാബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. ബദരീങ്ങളെ വിളിക്കുക, ഇസ്തിഗാസയും തവസ്സുലൊക്കെ നടത്തുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യം എപ്പോഴാണ് ഷിർക്കാകുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം ഷിർക്കാകുന്നത് ഉലൂഹിയത്ത്, ഇലാഹാണ് എന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹു അല്ലാതെ ഒരാളെ, ഒരു മനുഷ്യനെന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അതിനെ ആരാധിക്കുമ്പോഴാണ് അത് ഷിർക്കാകുക. ഉലൂഹിയത്ത് എന്ന വിശ്വാസം വേണം. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ്, ആ വിശ്വാസം വേണം. ബദരീങ്ങളെ വിളിക്കുന്ന ഏതാൾക്കാണ് അത് ദൈവമാണെന്നുള്ള വിശ്വാസമല്ലേ? മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്ന ഏത് മനുഷ്യൻക്കാണ് ഇത് ദൈവത്തെയാണ് വിളിക്കുന്നത് എന്ന വിശ്വാസമുള്ളത്? ആർക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ അത് ഷിർക്കാകുന്നത്? ഇനി അതിൻ്റെ തെളിവുകളിലോട്ടൊന്നും കടക്കല്ലേ. ഞാൻ ഓർമ്മപ്പെടുത്തിന് മാത്രം. ഇനി എല്ലാം വരും സ്റ്റാറ്റസിൽ, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വരും. അപ്പം ഞാൻ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റാറ്റസ് ഇട്ട് 2 വർത്തമാനം പറയുമ്പോഴേക്കും നമ്മുടെ ഈമാൻ എന്ത് ചെയ്യാൻ പറ്റൂല, ഓടിപ്പോകാൻ പറ്റില്ല, സാന്ദർഭികമായി പറയാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ തെറ്റ് വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്. അകാരണമായി ഒരു മനുഷ്യനെ കൊല്ലുക രണ്ടാമത്തതാണ്. മൂന്നാമത്തേത് വ്യഭിചരിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്ത ഒരാൾക്ക് സ്വർഗമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ 3 തെറ്റും ചെയ്ത ആളാണ് ഞാൻ. ആരാ പറയുന്നത്? വഹ്ഷ് പറയാണ്, ഈ 3 തെറ്റും ചെയ്ത ആളാണ് ഞാൻ ഇത്രയും കാലം ലാത്തയെയും ഉസ്സയെയും മനാത്തയും അടക്കമുള്ള വിഗ്രഹങ്ങളെ ആരാധിച്ചവനാണ് ഞാൻ. അപ്പോൾ ഒന്നാമത്തെ ഷിർക്ക് ചെയ്തു. 2, ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നു എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ആരനെ കൊന്നു? ഹംസ റളിയല്ലാഹുവിനെ കൊന്നവനാണ് ഞാൻ. രണ്ടാമത്തെ തെറ്റ്. 3, വ്യഭിചരിച്ചവനാണ് ഞാൻ. ഈ 3 തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 3 തെറ്റും ചെയ്ത ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത്? വഇന്നി ഖദ് ഫഅൽതു ഹാദിഹിൽ അശ്യാ അസ്സലാസ. ഈ 3 തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. ഫഹല്ലി മിൻ തൗബത്തിൻ. അതുകൊണ്ട് ഇനി എനിക്ക് തൗബയുണ്ടോ? എനിക്കിനി പ്രതീക്ഷൻ്റെ ഒരു കണം എന്നിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിറങ്ങുകയാണ്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഈ തെറ്റുകളൊക്കെ ചെയ്തെങ്കിലും പ്രശ്നമാക്കണ്ട, തൗബ ചെയ്ത് മടങ്ങി അല്ലാഹു തആല പുറത്തു തരും. ആരോട്? വഹ്ഷിനോട് പറയുന്നൊരു കൽപ്പനയാണിത്. എന്ന് വെച്ചാൽ വഹ്ഷ് ചെയ്ത പാതകം എത്രയാണ്, തെറ്റെത്രയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ലോകത്തിൻ്റെ നേതാവിനോടാണ് വഹ്ഷ് എന്ത് ചെയ്തത്? എതിരിട്ടത്, നമ്മളോടല്ല. ആ മനുഷ്യനോട് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം, ഇത്ര വലിയ തെറ്റ് നീ ചെയ്തിട്ടുണ്ടെങ്കിലും നീ എന്ത് ചെയ്യും മോനെ? തൗബ ചെയ്യും. അങ്ങനെ നീ തൗബ ചെയ്യുക, എന്നിട്ട് നീ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നീ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ
നിനക്ക് തൗബയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ, നിനക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതിക്കൊടുത്ത സമയത്ത് അവിടെ പറഞ്ഞു വഹുവൽ അമലു സ്വാലിഹ്, ആ അമലു സ്വാലിഹ് അതെൻ്റെ കയ്യിലില്ലല്ലോ. ആര്? വഹ്ഷ്. ഈ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് എൻ്റെ കയ്യിലില്ലല്ലോ. ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല, എന്നെക്കുറിച്ച് ഒരാൾക്കും നല്ലത് പറയാനില്ല. ദുനിയാവിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ റസൂലുള്ളാഹിൻ്റെ എളാപ്പയെ കൊന്ന മനുഷ്യനാണ് ഞാൻ. എനിക്ക് എന്ത് യോഗ്യതയാണത് പറയാനുള്ളത് എന്നാണ് ആര് പറയുന്നത്? വഹ്ഷ് പറയുന്നത്. നല്ല സൽക്കർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അന്നേരം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ചവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുതെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതിനാണ് ഞാനിത് പറഞ്ഞത്. ഇത്ര വലിയ തെറ്റ് ചെയ്ത വഹ്ഷിനോട് ഇസ്ലാമിൻ്റെ നയം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ നയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്ര വലിയ തെറ്റ് ചെയ്ത ആളാണ് ആര്? വഹ്ഷ്. ആ തെറ്റ് ചെയ്ത വഹ്ഷിനോട് പരിശുദ്ധ ഇസ്ലാം പുറത്തു കൊടുക്കുകയാണ്. അതിനെന്താണ് പറഞ്ഞത്? ഇല്ലാമൻ താബ, ഒന്ന് തൗബ ചെയ്തേക്ക്, വആമന വഅമില അമലൻ സ്വാലിഹ, നല്ല സൽക്കർമ്മങ്ങളും ഒന്ന് ചെയ്തേക്ക്. ഇത് രണ്ടും ചെയ്താൽ മോനെ സ്വർഗമുണ്ട്. ധാരാളം ഭാഗത്തേക്ക് ഇങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരായത്താണ്. അതിലൊന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾക്ക് പ്രതീക്ഷ മുറിയേണ്ടതില്ല. നമ്മൾ അള്ളാഹുലേക്കൊന്ന് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങളെ കൊണ്ടൊന്ന് സമ്പന്നമാക്കിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തഖുല്ലാ, തഖ്വ ചെയ്യുക, തൗബ ചെയ്യുക, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് തൗബ ചെയ്യുക. പിന്നെയോ മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറുക. ഈ രണ്ട് കാര്യം വന്നാൽ നമുക്കും സ്വർഗം കിട്ടും. അതാണ് ഇവിടെ കണ്ടത്. ഇതുകൊണ്ടാണ് വഹ്ഷിനും പരിശുദ്ധ ഇസ്ലാം എന്ത് ചെയ്യുന്നത്? പുറത്തു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.